നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്, ഒരു ചെറിയ അമൽ കൊണ്ടുപോകണമെങ്കിലും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു തആലഹയ്ക്ക് ഒരു അടിമയെ വാങ്ങി, ഒരു അടിമയെ കിട്ടി. ആ അടിമയെ കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയെ ഓനെ വിട്ടേക്കാൻ പറഞ്ഞു, കാരണം ഓൻ നരകത്തിന്റെ അവകാശിയാ. ആ അടിമയെ വിട്ടേക്കാൻ പറഞ്ഞു. ആ അടിമ ഒരു നരകത്തിന്റെ അവകാശിയാണ്, വിട്ടേക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു കാരക്ക എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, പിരിച്ചു വിടുമ്പോ നല്ലപോലെ വിടണമെന്നാ. പറഞ്ഞു വിടുമ്പോൾ നല്ല രീതിയിൽ വിടണം. തലാഖ് പറഞ്ഞ പെണ്ണിനെയാണെങ്കിലും ഒഴിവാക്കി വിടുമ്പോൾ ഇത്തിരി കൂടുതൽ എടുത്തു വിടണമെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ അടിമയാ നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒഴിവാക്കി വിട്ടു. എന്നാ കുറച്ചു കഴിഞ്ഞപ്പോ മഹാനായ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ആ പോകുന്ന അടിമയെ തിരിച്ചു വിളിച്ചോ, ഓ സ്വർഗത്തിന്റെ അവകാശിയാ, അവന് സ്വർഗത്തിന്റെ അവകാശിയാ. ഒരൊറ്റ മിനിറ്റുകൾ കൊണ്ട് നരകത്തിന്റെ അവകാശി സ്വർഗത്തിന്റെ അവകാശിയായി. റസൂലുള്ളാഹി തങ്ങൾ അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഇപ്പോഴല്ലേ പറഞ്ഞത് നരകത്തിന്റെ അവകാശിയാണെന്ന്, ഇത്ര പെട്ടെന്ന് എങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയായി? അപ്പൊ പറഞ്ഞു, ആയിഷ ബീബി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അവിടെ നിന്ന് കൊടുത്തുവിട്ട കാരയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ടവനെ കണ്ടപ്പോ പകുതി സദക്ക കൊടുത്തു, അതിലൂടെ സ്വർഗത്തിന്റെ അവകാശിയായെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ കാരക്കയുടെ പകുതി പോകണ വഴിയിൽ സദക്ക ചെയ്തപ്പോഴത്തേക്ക് സ്വർഗത്തിന്റെ അവകാശിയായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ചില അമലുകളുണ്ട്. ആ അമലുകൾ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി നിനക്കില്ലെങ്കിൽ നിന്നെ ആരൊക്കെ വിചാരിച്ചാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂല. ഇന്ന് ജുമാഅയ്ക്ക് ഞാൻ പ്രസംഗിച്ചു, ഒരാൾ നമസ്കരിക്കുന്ന സമയം ആമീൻ എന്ന് പറയുമ്പോ മലക്കുകളുടെ ആമീൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ പൊറുക്കും, അവൻ രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മലക്കുകളുടെ ദുആ, പല സൽക്കർമ്മങ്ങൾ, നിസ്കാര പായിൽ നമസ്കാരം കഴിഞ്ഞു, ഒരാൾ പള്ളിയിൽ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നാൽ അവന് വേണ്ടി മലക്ക് ദുആ ചെയ്യും. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാര പായിൽ ഇരിക്കുന്ന സമയം മുഴുവനും മലക്ക് ദുആ ചെയ്യും. അപ്പം മലക്കുകൾ സ്നേഹിക്കുന്ന ചിലരുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് പ്രവാചകന്മാർക്ക്, സത്യവിശ്വാസികൾക്ക്, ശുഹദാക്കൾക്ക്, മലക്കുകൾക്ക്, ഇവർക്കെല്ലാവർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അർഹതയുണ്ട്. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന നമുക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ഹജ്ജിന് പോയ ആൾക്കാർക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഷഹീദായി മരിക്കുന്ന ഒരാൾക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഹാഫിളായ ഒരാൾക്ക് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഒരു ആലിമിന് 10 പേരെ കൊണ്ടുപോകാം. ഇനി ഒരാളെ വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ, ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരുണ്ട്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എത്ര? 400 പേരെ കൊണ്ടുപോകാൻ അർഹതയുള്ള ആളാരാ? ആര്? ഹജ്ജ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഷാജി അണ്ണ ചിരിക്കണേ? ഹജ്ജ് ചെയ്തോണ്ടാ? അണ്ണ ഹജ്ജിന് പോയിട്ടുണ്ടോ? നിങ്ങൾ ഹജ്ജിന് പോയിട്ടുണ്ടോ? പോട്ടെ ഇല്ല. അൻസാരി എണ്ണം പോയിട്ടുണ്ട്. ഹജ്ജിന് പോയവരൊന്ന് കൈ പൊക്കിക്കറോ? ചങ്ങായി മാത്രം. ഷൗക്കണ്ണനും പോയിട്ടുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഹജ്ജിന് പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത ഹാജിയാർക്ക് എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോവാം? 400 പേരെ. വിഷമമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ ഹാജിയാക്കന്മാരുടെ ജീവിതം കണ്ട ഓൻ തന്നെ സ്വർഗത്തിൽ പോവും. ചില ഹാജിയാക്കന്മാരുടെ സ്വഭാവം കണ്ട 400 പേരെ കൊണ്ടുപോകുന്നത് പോയിട്ട് ഓൻ തന്നെ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനത്തെ ജീവിതമാണ്. അങ്ങനല്ല, ഒരു ഹാജിയായിട്ട് ജീവിക്കണം. കാരണം അള്ളാഹു അതിഥിയായിട്ട് വിളിച്ച മനുഷ്യനാ നീ, സാധാരണ ഒരാളല്ല. ഹാജി എന്ന് പറയുന്നത് ഒരു പട്ടമല്ല, അത് അള്ളാഹു തരുന്ന ഒരു അംഗീകാരം, ഒരു സ്ഥാനം. അത് അള്ളാഹു തരുന്ന ഒരു സ്ഥാനം. അതെല്ലാവർക്കും കിട്ടൂല. പൈസ ഉള്ളവർക്ക് മാത്രം ഹജ്ജിന് പോകാൻ പറ്റും. അള്ളാഹു തരുന്ന ഒരു അംഗീകാരം. അല്ലാതെ പേരിന്റെ മുമ്പിൽ അൽ ഹാജ്, ഇതിൽ കാര്യമൊന്നുമില്ല. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ അടുത്ത് നടന്നൊരു സംഭവം. ഇവിടുത്തെ പള്ളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വെള്ളിയാഴ്ചകളിൽ സെക്രട്ടറിയോ ആരെങ്കിലും പള്ളിയുടെ മുന്നിലിരിക്കും, പൈസ ഇങ്ങനെ എഴുതി മേടിക്കാൻ, മാസവരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവനകളൊക്കെ എഴുതി വാങ്ങാൻ വേണ്ടി ഇരിക്കാറുണ്ട്, ദ്വായൊക്കെ. അപ്പൊ ഒരാള് വന്നിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നതാ. ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ട് സെക്രട്ടറിയുടെ അടുക്കൽ ഒരു പൈസ കൊണ്ടുപോയി കൊടുത്തു ദ്വാ ചെയ്യാൻ. അപ്പൊ അയാൾ എഴുതി അബൂബക്കർ, ഒരു പേര് ഞാൻ പറയുന്നേ ഉള്ളൂ. അബൂബക്കർ 1001 രൂപ ദ്വാ ചെയ്യാൻ. അപ്പൊ അയാൾ ചോദിച്ചു, എടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്.
അപ്പൊ അയാൾ ചോദിച്ചു, എന്തേപ്പം അങ്ങനെ? എടാ, ഞാൻ ഹജ്ജിന് പോയപ്പോൾ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയെന്ന്. എന്ന് പറഞ്ഞാൽ അബൂബക്കർ എന്ന് എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല, അൽ ഹാജ് എന്ന് അബൂബക്കർ എന്ന് എഴുതാത്തത് കൊണ്ട്. പള്ളിയുടെ സെക്രട്ടറിയോട് ചോദിക്കാൻ, ഞാൻ ഹജ്ജിന് പോയപ്പോൾ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയ. അപ്പൊ ഇന്നത്തെ മനുഷ്യന്മാരുടെ ആഗ്രഹം നീയത്തതാ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹു ഈ പാവങ്ങൾക്ക് 3 പേര് ഹജ്ജിന് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനും പോയി ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് 400 പേരെ ഒന്നും കൊണ്ടുപോകണ്ട, എനിക്കെങ്കിലും പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹാഫിളീങ്ങൾ, ഷഹീദായി മരിക്കുന്നവർക്ക് 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഷഹീദായി മരിക്കാൻ പറ്റുമോ? യുദ്ധം വല്ലതും ഉണ്ടോപ്പാ? ജിഹാദിന് പോകാൻ എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുന്ന വഴി എന്താ? ഷഹീദായി മരിക്കണോ? ഷഹീദിന്റെ കൂലി കിട്ടണോ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഷഹീദിന്റെ കൂലി വേണോ? പൈസയും വേണ്ട, യുദ്ധത്തിനും പോണ്ട. ഒരു എളുപ്പ വഴി പറയാം. പൈസയും കൊടുക്കണ്ട. ആരും ഇനിയിപ്പോ ഇസ്രായേലിലോ ഫലസ്തീനിലെങ്ങും പോണ്ട, ഇറാഖിലോ സിറിയയിലൊന്നും പോണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഷഹീദിന്റെ കൂടെ കൂടാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? ഒരു ദിവസം 20 വട്ടം നീ മരിക്കൂന്ന് ഓർത്താ മതി, വേറൊന്നും വേണ്ട. ഒരു ദിവസത്തിൽ 20 പ്രാവശ്യം ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിക്കേണ്ടവനാണെന്നല്ലോ ബോധം, ആ ഒരൊറ്റ ഓർമ്മ മതി. നീ രക്ഷപ്പെട്ടു. നിനക്ക് ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരായിരുന്നു? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ ഹാഫിളീങ്ങൾ, ഖുർആൻ പഠിച്ചവർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത ചിലർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ശഫാഅത്ത് പ്രവാചകന്മാരാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടി മാത്രമേ പ്രവാചകന്മാരാണെങ്കിലും സത്യവിശ്വാസികളാണെങ്കിലും ശുഹദാക്കളാണെങ്കിലും മലക്കുകളാണെങ്കിലും ആര് ശഫാഅത്ത് ചെയ്താൽ ആ ശഫാഅത്ത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ അള്ളാഹ് തൃപ്തിപ്പെട്ടവനായിരിക്കണം. ഈ ഇരിക്കുന്ന ഹാജിയാക്കന്മാര് 400 പേരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി പെണ്ണുമ്പിള്ളയോ മക്കളെയോ കൂടപ്പുറപ്പുകളെ ആരെയെങ്കിലും ശഫാഅത്ത് ചെയ്യുമ്പോ അവർക്ക് പോകണമെങ്കിൽ അവരല്ലാഹ് ഇഷ്ടപ്പെട്ടിരിക്കണം, ഇല്ലാതെ പറ്റൂല. അള്ളാന്റെ ഖുർആൻ എടുത്ത് നോക്ക്. യൗമഇദിൻ ലാ യൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ വറളിയ ലഹു ഖൗലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പടച്ചവനെ നിനക്ക് ശഫാഅത്ത് വേണമെങ്കിലും അല്ലാഹുവിന്റെ തൃപ്തി വേണം. ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തിയില്ലാതെ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല, അവന് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കണേ. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴികളുണ്ട്. എന്ത് സൽക്കർമ്മം ചെയ്താലും നീ അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് വേണം ചെയ്യാൻ. 2, അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങളാണ് നീ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. 3, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. സുലൈമാൻ നബി അല്ലാഹുവിനോട് ദുആ ചെയ്തത് എങ്ങനെയെന്നറിയുമോ? ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക. നാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം സമ്പന്നനായ നബിയാണെന്ന് പടച്ചവനെ. എന്നിട്ട് പറയുകയാ, വഅൻ അഅമല സ്വാലിഹൻ തർദാ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. നീ
ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, നീ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നീ എനിക്ക് ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ വഅദ്ഖിൽനി ബിറഹ്മതിക മിൻ ഇബാദിക സ്വാലിഹീൻ, നിന്റെ കാരുണ്യത്താൽ നീ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ വിവേക ബുദ്ധിയും പക്വതയും പാകതയും എത്തുന്ന പ്രായമാണ് 40 വയസ്സ്. സാധാരണ ഒരു മനുഷ്യനെ പോലെയല്ല. 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പക്വതയെത്തി, അവന് പാകതയെത്തി, അവനെല്ലാം പരിപൂർണമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞവന് ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയാ. സാധാരണ 39കാരനെ പോലെയല്ല, 25കാരനെ പോലെയല്ല, 18 വയസ്സുകാരനെ പോലെയല്ല. അവനൊരു തെറ്റ് ചെയ്താ പറയും അവന് പക്വതയെത്തിയില്ല, അവന് തമ്മീസായില്ല, അവന് ബോധം വന്നിട്ടില്ല. പക്ഷേ 40 വയസ്സുകാരൻ അങ്ങനെയല്ല, അവന് പക്വതയെത്തി, തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പ്രായമായി, അവൻ യഥാർത്ഥ യുവാവായി കഴിഞ്ഞു. അല്ലാഹുവേ, അതുകൊണ്ട് 40 വയസ്സ് ശരിയായ തന്നെ 40 വയസ്സ് ഏറ്റവും വലിയ സർവ്വതം തികഞ്ഞതിന്റെ അടയാളമാ. അതുകൊണ്ട് മനുഷ്യനുണ്ടല്ലോ, ഈ പ്രാർത്ഥന നടത്തണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 40 വയസ്സ് കഴിഞ്ഞവരോട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി മുത്തുനബി പറഞ്ഞു തന്ന ദുആയാ റബ്ബനാ റബ്ബി, അവിടുന്ന് പടച്ചവനെ റബ്ബി റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, 40 വയസ്സ് കഴിഞ്ഞ ആണാകട്ടെ പെണ്ണാകട്ടെ, അവര് ദുആ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് ഞാൻ നിന്നോട് നന്ദി കാണിക്കുന്നവനും. പടച്ചവനെ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാ നീ എനിക്ക് അല്ലാ ഭാഗ്യം തരണേ അല്ലാ. എന്നിട്ടോ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എന്റെ സന്താനങ്ങളിൽ എനിക്ക് നന്മയുണ്ടാക്കി തരികയും ചെയ്യണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഖുർആനിലെ ഈ ആയത്ത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുആ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓതണമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നത് റബ്ബി റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തിലെ ഈ ആയത്ത് 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും എന്നും ഓതണമെന്ന് മഹാനായ നബിയിനാ റസൂലുള്ളാഹി. മഹാനായ നബിയിനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ്. ആയത്ത് ഏതാന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് മുസമ്മിലുസ്താനോട് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അറിയേണ്ടവർ എഴുതിയെടുക്കണം ഈ ആയത്ത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 15ാമത്തെ ജുസൂലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സൂറത്തുൽ അഹ്കാഫിലാണ് ഈ ആയത്ത്. എൻ്റെ പ്രിയപ്പെട്ട 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, എൻ്റെ പ്രഭാഷണം ലൈവായി കേൾക്കുന്ന 40 വയസ്സ് കഴിഞ്ഞ ആണും പെണ്ണും, സൂറത്തുൽ അഹ്കാഫിലെ ആയത്താണ് ഈ ആയത്ത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ 40 45ാമത്തെ ആ സമയമാണ് ആയത്ത്. ഏകദേശം 46ാമത്തെ എങ്ങോട്ട് ആയത്താണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ ഊഹം, അള്ളാഹു ഓർമ്മശക്തി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവൻ എന്തായാലും 50 ആയത്തിന് താഴെയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് മുസമ്മിൽ നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്കാഫിലെ ഈ ആയത്ത് സെക്രട്ടറിയും പ്രസിഡന്റ് ഉൾപ്പെടെ സർവ്വ എണ്ണം ഇൻഷാ അല്ലാഹ് ഓതിക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഓതാൻ പറഞ്ഞത് മഹാനായ നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? ഇനി ആ വിഷയത്തിൽ കിടക്കണേ. മണി 11:10 ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാനുള്ള വഴി ഓസിന് കിട്ടുമോ? പറവോസിന് കിട്ടുമോ? ഇങ്ങനെ നടന്നാൽ കിട്ടുമോ? കിട്ടൂല. അള്ളാന്റെ തൃപ്തി കിട്ടണമെങ്കിൽ അതിന് ചില നല്ല കാര്യം ജീവിതത്തിൽ ചെയ്യണം. ചെയ്താ കിട്ടും, ഇല്ലെങ്കിൽ പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെയ്തൂടെ? പോരാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.
3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി ഖുർആൻ തന്നെ പറയാ, ഞാൻ പറയല്ല. ആ പ്രാണി രണ്ടാമത്തെ കുത്താട്ട. ഒരേ പ്രാണി 2 വട്ടം കുത്തി. നേരത്തെ കുത്തിയപ്പോൾ കയ്യിൽ നിന്ന് രക്തം വന്നു, ഇപ്പൊ കാലിലാ കുത്തിയത്. എന്താ 2 എണ്ണം കഴിഞ്ഞു, ഇനി 3ാമത്തെ എന്താണെന്നറിയില്ല. 1 പഴിച്ച 3 ഒരേ പ്രാണി, അതല്ല മറ്റേത് തന്നെ. നേരത്തെ കയ്യിൽ കുത്തിയായിരുന്നത്, അപ്പൊ പിന്നെ ബ്ലഡ് വന്നു, ഇപ്പോഴും കാലിനടി കുത്തി. ശരി, അള്ളാഹു എന്തായാലും നരകത്തിയിട്ട് കുത്താതിരുന്നാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള വഴി എന്താ? 1 ഇൻഷാ അല്ലാഹ്, ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള 1ാമത്തെ വഴി അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാണ്. 1ാമത്തെ വഴി എന്താ? ഫസ്തബിഖുൽ ഖൈറാത്ത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നീ മത്സരിച്ചു മുന്നേറുക. ഖുർആൻ പറഞ്ഞതാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു നന്മ നിനക്ക് കേട്ട് കഴിഞ്ഞാൽ, ഒരു നന്മ നിന്റെ മുന്നിൽ പറയപ്പെട്ട് കഴിഞ്ഞാൽ, ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി നീ മത്സരിച്ചാൽ അതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കും. ഈ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള ഒരു വഴിയുണ്ട്. നന്മ കേട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ ധൃതി കാണിക്കണം. ഒരു നല്ല കാര്യം നിന്റെ മുന്നിൽ പറയപ്പെട്ടാൽ വെറുതെ പറഞ്ഞതല്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, തെളിവ് വേണോ? അല്ലാഹുവേ പടച്ചവനെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, പടച്ചവനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. മൂസാ നബി തന്റെ ജനതയെ, തന്റെ സമൂഹത്തെ, തന്റെ സമുദായത്തെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കാനായി പടച്ചവനെ തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയ രംഗം നിനക്ക് ഓർമ്മയുണ്ടോ? മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ പോയ ഒരു ചരിത്രമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ പോയത് ദിവസങ്ങളോളം 40 ദിവസമൊക്കെ നോമ്പൊക്കെ പിടിച്ചിട്ടാ പോയത് അവരുടെ ചരിത്രം. അപ്പൊ ഈ കിതാബ് വാങ്ങുന്നതിന് വേണ്ടി മഹാനായ മൂസാ നബി അലിഹിസ്സലാം പോകുമ്പോ മൂസാ നബി തന്റെ സഹോദരനായ ഹാറൂൻ നബി അലിഹിസ്സലാമിനെ തന്റെ ജനതയെ ഏൽപ്പിച്ചു. തന്റെ ജനതയെ ഹാറൂൻ നബി അലിഹിസ്സലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് സ്വീകരിക്കുന്നതിന് വേണ്ടി തൂരി സീനാ പർവ്വതത്തിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു അത്രേ, നിന്റെ ജനങ്ങളെ വിട്ടിട്ട് നീ ധൃതിപ്പെട്ടു വരാൻ കാരണമെന്ത് ചോദിച്ചു അത്രേ. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തന്നെ ചോദിച്ചു, ഏ മൂസാ, നിന്റെ സമുദായത്തെ, നിന്റെ ജനതയെ, നിന്റെ ഉമ്മത്തിനെ നീ ഇട്ടിട്ട് നിന്റെ സഹോദരനെ ഏൽപ്പിച്ചിട്ട് ഇത്രയും ധൃതി കാണിച്ച് നീ ഇങ്ങോട്ട് വന്നെന്തിനാ? തൗറാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം വാങ്ങുന്നതിന് വേണ്ടി നീ ഇത്രയും ധൃതി കാണും. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ ഖാലഹും ഉലായി അലാ ആസാരി വഅജിൽതു ഇലൈക റബ്ബി ലിതർള. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുക, അല്ലാഹ് ചോദിക്കുകയാ, മൂസാ, നീ നിന്റെ ജനങ്ങളെയൊക്കെ വിട്ടിട്ട് ഇത്രയും ധൃതി കാണിച്ചുകൊണ്ട് ഈ കിതാബ് വാങ്ങാൻ വേണ്ടി നീ വന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് വന്നത്.
അല്ല നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് അള്ളാഹുവെ ഞാൻ ഇത്രയും ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അവിടെ നിന്ന് മറുപടി പറയാം, അല്ലാ നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാണ് നീ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നത്. എന്റെ ജനതയെ ഇട്ടിട്ട് ഞാൻ ഓടി വന്നത് അല്ല നീ വിളിച്ചു ഞാൻ വന്നു. പടച്ചവനെ എന്തിന്? നിന്റെ തൃപ്തി ലഭിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ചോദിക്കുന്നു, ഏ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടിട്ട് ഇത്രയും ധൃതിപ്പെട്ട് വരാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ പടച്ചവനെ അള്ളാഹു അവരെന്റെ പിന്നിൽ തന്നെയുണ്ട്, പക്ഷെ എന്റെ രക്ഷിതാവായ നിന്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. നിന്റെ തൃപ്തി കിട്ടുന്നതിന് വേണ്ടിയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ, അല്ല ഒരു കാര്യം പറഞ്ഞാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുന്നതിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. എന്തിന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയോട് അല്ല എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ ചെയ്യണം. ചരിത്രം പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സുന്നത്ത് കല്യാണം ഇല്ലേ, എന്താ നമ്മുടെ പറയാ, മാർക്ക് കല്യാണം അല്ലേ, ഇതെവിടുന്നാ വന്നേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുന്നിലാണ് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് സുന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സുന്നത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ ചരിത്രം പറയുകയാ, ഇതെങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ. സുന്നത്ത് ചെയ്യണമെങ്കിൽ മുറിക്കാനുള്ള എന്തെങ്കിലും വേണമല്ലോ. ചരിത്രം പറയുന്നു, അങ്ങനെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പോയിട്ട് ഇത് മുറിച്ചു മാറ്റാനുള്ള ഒരു ആയുധവുമായിട്ട് തിരിച്ചു വന്നപ്പോ ഇബ്രാഹിം നബി രക്തത്തിൽ കുളിച്ച് നിൽക്കുക. ഇബ്രാഹിം നബി സുന്നത്ത് ചെയ്തിട്ട് രക്തത്തിൽ കുളിച്ച് നിൽക്കുക. അപ്പൊ ചോദിച്ചു, എന്താ ഇത്ര ധൃതി? അല്ല പറഞ്ഞല്ലേ ചെയ്യാൻ, നീ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാലോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കയ്യിലിരുന്ന വിറക് വിട്ടെന്ന് എന്തോ ഒരു ആയുധം വെച്ചിട്ട് ചെയ്തെന്ന ചരിത്രം പറയണേ. അള്ളാഹുവിന്റെ അടുക്കൽ പോയി ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് അത് മുറിച്ചു മാറ്റാനുള്ള ആയുധം എടുത്തുകൊണ്ട് തിരിച്ചു വരുമ്പോ രക്തത്തിൽ കുളിച്ച് നിൽക്കുക. എന്റെ പറഞ്ഞ മറുപടി, നീ പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ മരിച്ചുപോയി അല്ല പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ, അതാണ് ധൃതി. നമുക്ക് എതിരാ ധൃതി. നമുക്കെന്താ നമ്മുടെ ധൃതി എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഒരു നല്ല കാര്യം നിങ്ങളുടെ മുന്നിൽ പറയപ്പെട്ട, പടച്ചവനെ ധൃതി കാണിക്കണേ, നിങ്ങൾ ധൃതി കാണിക്കണേ. അങ്ങനെ ധൃതി കാണിച്ചാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് മത്സരിക്കാം. ഞാനൊരു നല്ല കാര്യം പറയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇലക്ഷൻ ഒന്നും നിൽക്കണ്ട, ഒരു മത്സരിച്ചൂടെ, ഒന്ന് മത്സരിച്ചൂടെ ഇൻഷാ അല്ലാഹ്. ഒരു നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാൻ. ചെയ്യുവോ? ഇന്ന് ജുമാ നമസ്കാരത്തിൽ ഞാനൊരു നല്ല കാര്യം പറഞ്ഞു, ചെയ്തിട്ട് വന്നാൽ പ്രതിഫലം പറയാന്ന് പറഞ്ഞു. ചെയ്തവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് മുമ്പായിട്ട് ഈ റജബ് മാസത്തിൽ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓതിയവരാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ ബനല്ലാഹു ലഹു കസുറം ഫിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം അറിയുമോ? സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ പറഞ്ഞു തന്നത്, ഏതെങ്കിലും ഒരു മനുഷ്യനെ സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചാൽ, സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചുകൊണ്ട് പാരായണം ചെയ്താ അവന്റെ മയ്യത്ത് നമസ്കാരത്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു വരുമെന്ന ചരിത്രങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്,
സൂറത്താണ്, അത് ചെറിയ സൂറത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ. അത് പടച്ചവന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യന് 10 പ്രാവശ്യം പാരായണം ചെയ്താൽ ഹത്താ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അതാ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാ ബനല്ലാഹു ലഹു കസുറൻ ഫിൽ ജന്ന. അവന് സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരു കൊട്ടാരം പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 10 പ്രാവശ്യം ഓതുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം, സ്വർഗ്ഗത്തിലൊരു വീട് അല്ലാഹുവേ നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഇനി ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 100 മർറാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം പാരായണം ചെയ്താൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തുകൾ എണ്ണുന്നതിൽ പെട്ടതല്ലോ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു തസ്ബീഹയുടെ എണ്ണം പോലെ 100 പ്രാവശ്യമെന്ന് ബോധി നോക്കൂ. ഒരുപാട് സമയം വേണ്ടല്ലോ. ചുമ്മാതിരിക്കുന്ന സമയത്ത് പടച്ചവനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് വന്ന് ബോധാന കഴിയുന്നതാണല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ പരിശുദ്ധമായ റജബ് മാസത്തില് ഏതെങ്കിലും ഒരു മനുഷ്യന് സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം പാരായണം ചെയ്താ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാ. ഇന്നത്തെ ദിവസം വരെ ഇന്നോദിയവരുണ്ടോ? ഈ പരിശുദ്ധമായ റജബ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്കും ഓതാൻ കഴിയുമോ? ഇത് റജബിന് മാത്രം ഓതേണ്ടതല്ല, ഇത് മരിക്കുന്ന കാലം വരെ ഓതേണ്ടതാണ്. 100 പ്രാവശ്യം പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാ. നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞു വരുന്ന ഹാജിയെ പോലെ, ഉംറ കഴിഞ്ഞു വരുന്ന മനുഷ്യനെ പോലെ, ഹജറുൽ അസ്വദ് ചുംബിച്ച മനുഷ്യനെ പോലെ, നിസ്കാരം കഴിഞ്ഞ പാപങ്ങൾ പുറത്ത് ഇറങ്ങി പോകുന്നവനെ പോലെ ഈ 100 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താ, ഈ സൂറത്ത് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്താണല്ലോ. ഇത് പാരായണം ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലമെന്തേ? പടച്ചവനെ ഒരുപാട് ബോധുന്നവരുണ്ട്. പടച്ചവനെ ഒരു പ്രിയപ്പെട്ട സഹോദരി, ഉസ്താദേ 1,00,000 പ്രാവശ്യം ഞാൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതി വെച്ചിട്ടുണ്ട് പറയുന്ന ഉമ്മമാരുണ്ടല്ലോ, ഓതുന്ന ഉപ്പമാരുണ്ടല്ലോ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എല്ലാവരും എവിടെ വരെ വരൂ, നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും വരും. ഇലാ വസല ഇലാ കബരിഹി, പള്ളിപ്പലമ്പല കബറിന്റെ ചാരത്ത് വരെ വരികയുള്ളൂ. പടച്ചവനെ അല്ലാ, ഒരു ഭാര്യയും ഭർത്താവും എന്നോട് പറഞ്ഞതാണ്, ഉസ്താദേ ഞങ്ങൾ രണ്ടുപേരും 1,00,000 പ്രാവശ്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയത്. ഈ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്ത കുടുംബമാണ്. അല്ലാ നീ സ്വീകരിക്കണേ തമ്പുരാന്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സൂറത്തുൽ ഇഖ്ലാസിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവര്, സൂറത്തുൽ ഇഖ്ലാസിനെ പാരായണം ചെയ്യുന്നവര് അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാ, ഈ സൂറത്ത് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ഈ
ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, നാഥാ, ഇവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാ അല്ലാ, ഇവൻ എന്നെ സ്നേഹിച്ചവനാ അല്ലാ, ഇവന് പാരായണം ചെയ്തവനാ അല്ലാ, ഇവന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ. സൂറത്തുൽ ഇഖ്ലാസ് പറയുകയാ, സൂറത്തുൽ ഇഖ്ലാസ് പറയുകയാ. 112ാമത്തെ സൂറത്തല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 112ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇത് പാരായണം ചെയ്യുന്ന ഉപ്പാ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ വെച്ച് നിന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവേ, സിറാത്ത് കടത്തി നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനെക്കാളും എന്ത് പ്രതിഫലമാ വേണ്ടത്? ഇത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരായണം ചെയ്യേണ്ട മാസം റജബ. കാരണം റജബുന് അല്ലാഹുവിന്റെ മാസത്തില് അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാരായണം ചെയ്യാൻ കഴിയണം സഹോദരാ. പടച്ചവനെ, രക്ഷപ്പെട്ടില്ലോ, നിന്റെ മരണം നല്ലതല്ലോ, നിന്റെ മരണം നല്ലതല്ലോ, ഈമാനുള്ള മരണം അല്ലാഹു തരുമല്ലോ. ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനല്ലോ, ഖുർആനിനെ സ്നേഹിച്ചവനല്ലോ. അല്ലാഹുവേ, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടിയുള്ള ഒരു മരണം കിട്ടാറ് ഈ സൂറത്തൊരു കാരണമെങ്കിലോ, സഹോദരാ, നിനക്ക് സ്വർഗം കടിക്കുമെങ്കിലോ, നീ സ്വർഗത്തിന്റെ അവകാശിയാകുമെങ്കിലോ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലാണ് സ്വഹാബികൾ കടന്നു വന്നിട്ട് പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ഞങ്ങൾക്ക് അമീറായി തന്ന സഹാബിയുണ്ടല്ലോ, എപ്പോഴും നമസ്കരിക്കുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് പാരായണം ചെയ്യുന്നത്. വലിയ വലിയ സൂറത്തുകൾ ഓതാറില്ല. എപ്പോ നോക്കിയാലും ഇഖ്ലാസാ, എപ്പോ നോക്കിയാലും ഖുൽ ഹുവല്ലയാ. അതുകൊണ്ട് അതിനെ കുറിച്ച് ചോദിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനാ സ്വഹാബിയെ വിളിക്കുകയാണ്, അവിടെന്ന് ചോദിക്കുകയാ, ഇങ്ങനെ ജനങ്ങൾ പരാതി പറയുന്നല്ലോ, എന്തിനാണ് എപ്പോ നോക്കിയാലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്? വേറെ സൂറത്തുകൾ ഓതാത്തതിന്റെ കാരണമെന്താ? യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, എനിക്ക് ആ സൂറത്തിനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. അതല്ലാഹുവിനെ കുറിച്ച് പറയുന്നതല്ലോ, ഈ ഏകത്വത്തെ കുറിച്ച് പറയുന്നതല്ലോ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനെ കുറിച്ച് പറയുന്നതല്ലോ. അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് നബിയോ, സ്നേഹം കൊണ്ടാണ് നബിയോ റസൂലുള്ളാഹി പറഞ്ഞു പൊക്കൊള്ളാറ്. ആ സ്വഹാബി നടന്നു പോകുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത സഹാബ, സ്വർഗത്തിന്റെ അവകാശിയെ കണ്ടോ, സ്വർഗത്തിന്റെ അവകാശിയെ കണ്ടോ, ആ മനുഷ്യനെ ആ സൂറത്ത് സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ച റബ്ബിന്റെ തൃപ്തി കെട്ടാറുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? വസാബിഖൂന ബിൽ ഖൈറാത്ത്, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കൂ, നന്മയ്ക്ക് വേണ്ടി മത്സരിക്കൂ. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കും, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് മത്സരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മത്സരിച്ചൂടെ? എത്ര വട്ടം ഓതും? 1 വട്ടം ഓതണോ, 10 വട്ടം ഓതണോ, 100 വട്ടം ഓതണോ, 50,000 ഓതണോ, 1,00,000 ഓതണോ? നിന്റെ ഇഷ്ടം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് 1,00,000 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, 1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എളുപ്പമെന്ന് വിചാരിച്ച എപ്പോഴും ലായിലായില്ലെന്ന് അടിച്ചു നടന്നാൽ മതിയോ? അത് മാത്രമല്ലല്ലോ, അൽഹംദുലില്ലാഹ്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യ്. ആ സൂറത്തിന്റെ കയ്യിൽ പിടിച്ച് നാളെ സ്വർഗ്ഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ചെയ്തൂടെ? ഇതാണ് സഹാബത്തിന്റെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം.
ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ മഹാനായി നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട്, ഓടുവാ ഇറങ്ങി. ഇത്തിരി പൈസയുടെ ആവശ്യമുണ്ട്, നിങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടും. പടച്ചോനെ പോയിട്ട് ചരിത്രം പറയുന്നുണ്ട് ഒരു മത്സരത്തെ കുറിച്ച്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എല്ലാ മത്സരത്തിലും ജയിക്കണത്. എന്ത് കാര്യത്തിൽ നോക്കിയാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്പർ 1. ഉമർ തങ്ങൾക്കൊരു ചിന്ത, പടച്ചോനെ ഈ ചങ്ങാതി ഒരിക്കലെങ്കിലും ഒന്ന് തോപ്പിക്കണമല്ലോ, അല്ലാഹ് എപ്പോഴും ജയിക്കണത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഇത്തിരി ആവശ്യമുണ്ട്, ധനം പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എല്ലാവരും വീട്ടിൽ പോയി. ഉമർ തങ്ങൾ വീട്ടിൽ പോയിട്ട് പടച്ചോനെ സമ്പാദ്യം മുഴുവൻ എടുത്ത് 2 വിഹിതം വെച്ചു, പകുതി. 100 രൂപയുണ്ടെങ്കിൽ 50-50, 2 സ്വത്തന്റെ സമ്പാദ്യം മുഴുവനും 2 വേർതിരിച്ചു. ഒരിക്കലെങ്കിലും എനിക്ക് ഉമർ പറയാ, ഒരിക്കലെങ്കിലും അബൂബക്കറിനെ പരാജയപ്പെടുത്തണം. സമ്പാദ്യത്തിന്റെ പകുതി എടുത്തുകൊണ്ട് ഇലാ ഹളറത്ത് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നു. നബിയെ, എന്താ ഉമറെ? എന്റെ സമ്പാദ്യത്തിന്റെ പകുതിയാ നബിയെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ പകുതി ഉണ്ടെന്ന. റസൂലുള്ളാഹി തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാറി നിൽക്കുക. പോയവരെല്ലാവരും ഓരോന്ന് കൊണ്ടു കൊടുക്കുന്നു. അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. അവസാനം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെറിയൊരു പൊതിയായിട്ട് വരിക. അപ്പൊ അടുത്തേക്ക് ഇങ്ങനെ പോയി. റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കറെ, ഇനി വീട്ടിൽ എന്തുണ്ട്? അല്ലാഹും അവന്റെ പ്രവാചകനുണ്ട്, ഇനി വേറെ ഒന്നുമില്ല. അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി അബൂബക്കറിന്റെ വീട്ടിൽ ഒന്നുമില്ല നബിയെ, ഉള്ളത് ഇതേ ഉള്ളൂ, മൊത്തം എടുത്തോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉമർ തങ്ങൾ പരാജയപ്പെട്ടു പോയി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അങ്ങനെ ഒരു മത്സരം നമുക്ക് നടന്നാൽ, നമ്മുടെ വീട്ടിലെങ്ങാണ് നമുക്കങ്ങനെ ഇപ്പൊ പായിപ്പാട് പള്ളിയുടെ പണി നടക്കുന്നു, വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ പോയ വഴി പുല്ലും കൂടെ പോലും കാണില്ല, കഴിഞ്ഞു പോയി. ആ പോണ പോക്ക് തന്നെ പോയി പലരും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കുന്നില്ല എന്നല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യണം. ഇന്നലെ ഒരു പള്ളിയിൽ വഅദിന് പോയി 2 കോടി രൂപ കൊടുത്തു പള്ളി. എന്നിട്ട് അൽഹംദുലില്ലാഹ് ഉസ്താദ് വാഗ്ദാനം ചെയ്ത് ഇപ്പോഴും കിട്ടാറുണ്ടെന്ന് പറഞ്ഞ്. വാഗ്ദാനം എല്ലാവരും ചെയ്യുന്നുണ്ട്, വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയക്കാരെ പോലെ ആകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ അല്പമായിട്ട് കൊടുക്കണം. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ ശിക്ഷ നിനക്ക് അറിയാഞ്ഞിട്ടാ. അള്ളാന്റെ സ്വർഗത്തിൽ നീ കിടക്കൂല സഹോദര. വാക്ക് പറഞ്ഞിട്ടോ പാലിക്കാത്തവൻ, കരാറ് ചെയ്തിട്ട് ലംഘിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. ഹജ്ജ് ചെയ്തവനാണെങ്കിലും ഉംറ ചെയ്തവനാണെങ്കിലും നിസ്കാരത്തഴമ്പുള്ളവനാണെങ്കിലും എത്ര വലിയ കുത്തുബുൽ അക്താബാണെങ്കിലും വാക്കു പാലിക്കാത്തവൻ സ്വർഗത്തിൽ കടക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സഹോദരൻ, നമ്മളിപ്പോ പറയുന്ന കാരണം ഇല്ല. ചങ്ങാതി, നീ ആലോചിച്ചു നോക്കിക്കേ, നിനക്ക് എന്തെങ്കിലും ഒരു സർജറിയുടെ ആവശ്യം വന്നാ പൈസ വരൂലേ? പെട്ടെന്ന് 2 ബ്ലോക്ക് വന്നു, പൈസ നമ്മുടെ കയ്യിൽ വരൂലേ? അപ്പൊ വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും. അപ്പൊ പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ നിനക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്ന് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പടച്ചവനെ, ഞാൻ ഈ നിൽപ്പിലെങ്ങാനും മരിച്ചുപോയാൽ, ഞാൻ എപ്പോഴും ജമാഅത്തിന്റെ പ്രസിഡന്റോട് ചോദിക്കും, എപ്പോഴും പറയും പൈസയില്ല, 20 ലക്ഷം കടം, 20 ലക്ഷം കടം. ഞാൻ ചോദിച്ചു, ഈ കടം വെച്ചിട്ട് എന്തിനാ നിങ്ങൾ ഈ പള്ളി പണിയണേ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ചോദിച്ചു, എന്തിനായിക്കാ നിങ്ങൾ മരിച്ചുപോയ 20 ലക്ഷം രൂപ ആര് കൊടുക്കും? 20 ലക്ഷം രൂപ, കാരണം നിങ്ങൾ ഓരോ കടയിൽ പോയിട്ട് കമ്പിയും സിമെന്റും നിങ്ങൾ എടുക്കുന്നു. നിങ്ങൾ പള്ളിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ, നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പേരിൽ അത് തരുന്നു. പക്ഷെ തീർന്നു പോയാൽ ആര് കൊടുക്കും? ഒരു വലിയ ചോദ്യമല്ലേ? തീർന്നു പോയാൽ ആര് കൊടുക്കും? ഞാൻ ദേഷ്യപ്പെട്ടു, എന്തിന് കടം പേടിച്ചിട്ട് കെട്ടാൻ അല്ല പറഞ്ഞോ? ഞാൻ അങ്ങനെ തന്നെ ചോദിച്ചു. കടത്തിൽ ജോലി ചെയ്യുന്നവന് കൂലി കൊടുക്കാതെ കെട്ടാൻ എന്തേ? അത് അല്ല തീരുമാനിക്കല്ല, ഈമാൻ തിരുമാറാകട്ടെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഇവർക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നുന്നുകൊണ്ടാണ് ഞാൻ പറയാത്ത. ഞാൻ തന്നെ ചോദിച്ചു, അൻസാരിയാണ് എന്നോട് ചോദിച്ചു, എന്തിനിതിന്റെ ആവശ്യം? ഇല്ലെങ്കിലില്ല, ഉള്ളതുപോലെ ചെയ്യ്. കടക്കാരനായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയില്ലല്ലോ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ ഭാര്യ കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ മരിച്ചു പോയാൽ ഞാൻ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ, എന്റെ വീട്ടുകാരിപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു പള്ളിക്ക് കൊടുക്കാം, ഞാൻ മരിച്ചുപോയി, എന്റെ ഭാര്യയുടെ അടുക്ക പോയി കുടുംബക്കാരുടെ സിറാജ് പള്ളിക്ക് ഒരു 2 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചോനെ, തരാൻ പറ്റുമോ? തീർന്നില്ലേപ്പാ. നിങ്ങൾ ആലോചിക്കണം, എത്രയോ സമ്പന്നന്മാർ, ഞാൻ സ്ഥലം പറയുന്നില്ല, എനിക്കറിയുന്ന ഒരു വലിയ കുടുംബം. അള്ളാഹുവേ, ഒരാളോട് പറഞ്ഞു, പെരുന്നാളിനൊരു പോത്തിനെ വാങ്ങി അറുത്തു കൊടുക്കണം, ഉളുഹിയ. ഒരൽപ്പം പൈസ കൊടുത്തു.
അദ്ദേഹം പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് നിങ്ങൾ സ്വന്തം പൈസ കൊടുത്തൊരു പോത്തിനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. പെട്ടെന്ന് ആ മനുഷ്യൻ അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. പെട്ടെന്ന് അറ്റാക്ക് വന്നു. കോടീശ്വരന, സ്ഥലമൊന്നും ഞാൻ പറയണില്ല. അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. ആ സമയത്ത് ഈ പോത്തിനെ വാങ്ങിയ മനുഷ്യൻ എനിക്കറിയുന്ന ആളാ. അദ്ദേഹം പോത്തിനെ വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ മകന്റെ അടുക്ക ചോദിച്ചു, വാപ്പ ഒരു ഉളുഹിയ മൃഗത്തെ വാങ്ങി ചറുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോത്തിനെ വാങ്ങി, എന്ത് ചെയ്യണം? ഓൻ പറയാ, വാപ്പ മരിച്ചുപോയില്ലേ, അത് വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാൻ. നിങ്ങൾ ചിന്തിക്കുക. 30,000 രൂപ, 30 ലക്ഷത്തിന്റെ പൈസ ഉള്ളവനാ പറയണത് 30,000 രൂപയ്ക്ക് അത് വിട്ടേക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് വീട്ടിൽ എഴുതി വെക്കണം. തലകണയുടെ അടിയിൽ എഴുതി വെച്ചിരിക്കണം, നീ പൈസ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. കിട്ടാനുള്ളത് എഴുതിയില്ലെങ്കിലും കൊടുക്കാനുള്ളത് എഴുതി വെക്കണം. അതാണ് വസിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ എഴുതി വെക്കണമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ മനുഷ്യനും, കാരണം നമ്മുടെ മരണം എപ്പോഴാണെന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വാഗ്ദാനം ചെയ്തവർ ആ വാഗ്ദാനം പാലിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ ആ പറഞ്ഞ വാക്ക് നഷ്ടമായി പോയില്ലേ, അവസാനം എല്ലാം ചെയ്തിട്ട് നരകത്തിലേക്ക് പെട്ടുപോകുന്നൊരവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.